മനുഷ്യജീവിതം ഇന്നത്തെ കാലത്ത് അതിവേഗത്തിലാണ് മുന്നേറുന്നത്. തിരക്കുകൾ, ഉത്തരവാദിത്തങ്ങൾ, പ്രയാസങ്ങൾ, ആശങ്കകൾ, അനിശ്ചിതത്വങ്ങൾ ഇതെല്ലാം മനുഷ്യൻ്റെ ചിന്തയെയും മനസ്സിനെയും പിടിച്ചുലയ്ക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ജീവിത രീതിയിൽ സമാധാനവും ശാന്തതയുമുള്ള ഒരു നിമിഷം കണ്ടെത്തുക പലർക്കും പ്രയാസമാകുന്നു. എന്നാൽ തൻ്റെ ദിനസഞ്ചാരത്തെ മാറ്റിമറിക്കാനും മനസ്സിൻ്റെ സമന്വയാവസ്ഥ തിരിച്ചുപിടിക്കാനും ഏറ്റവും ലളിതമായ മാർഗം പ്രഭാത പ്രാർത്ഥനയാണ്. പ്രഭാതം എന്നത് പ്രകൃതിയുടെ ഏറ്റവും ശുദ്ധമായ സമയമാണ്. സൂര്യോദയത്തിന് മുമ്പുള്ള തണുത്ത കാറ്റും പക്ഷികളുടെ മൃദുലമായ ശബ്ദങ്ങളും നഗരത്തിലെ ശബ്ദങ്ങൾ ഇനിയും ഉണരാത്ത നിശ്ചലതയും എല്ലാം ആത്മാവിനെ സ്പർശിക്കുന്ന സുന്ദരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഈ സമയത്ത് നടത്തിയ പ്രാർത്ഥനയിൽ ഗാംഭീര്യവും ആഴവും ഉണ്ടാകും. പ്രാർത്ഥന എന്നത് വെറും വാക്കുകൾ പറയുകയോ ദൈവത്തോട് അപേക്ഷകളുടെ പട്ടിക നൽകുകയോ അല്ല. അതൊരു ആന്തരിക സംഭാഷണം, ചിന്തകളുടെ ശുദ്ധീകരണം, ഹൃദയത്തിൻ്റെ ശാന്തത, ജീവിതത്തിൻ്റെ ലക്ഷ്യബോധം എന്നിവയെ വളർത്തുന്ന ഒരു ആത്മീയ അഭ്യാസമാണ്. പ്രഭാത പ്രാർത്ഥന ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. ഇത് മനുഷ്യനെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കലാകുന്നു. ദിവസത്തെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ ദൈവ സാന്നിധ്യത്തിൽ ചെലവഴിക്കുമ്പോൾ ആത്മാവ് സമാധാനവും ആശ്വാസവും അനുഭവിക്കുന്നു. അടഞ്ഞ കണ്ണുകൾ തുറന്നപ്പോൾ വരാനിരിക്കുന്ന ദിവസത്തെ വെല്ലുവിളികൾ ചിന്തിച്ചാൽ ഭയമുണ്ടാവാം. എന്നാൽ അവയെ ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ ഭയം അപ്രത്യക്ഷമാകും. പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ഒറ്റക്കല്ല, ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ സഹായിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നമുക്ക് സഹായകരായി എപ്പോഴുമുണ്ട്. പ്രാർത്ഥനയുടെ മാനസിക ഗുണങ്ങൾ. മനസ്സിൻ്റെ ചികിത്സയാണ് പ്രാർത്ഥന. പ്രഭാത സമയം മനസ്സിന് ഏറ്റവും ശാന്തമായ സമയമാണ്. പ്രാർത്ഥന മാധ്യമമാക്കി ദിവസത്തെ ചിന്തകൾ ക്രമീകരിക്കാൻ കഴിയും. ഇന്ന് നമ്മൾ അനവധി ഡിജിറ്റൽ ശബ്ദങ്ങളുടെയും സമ്പർക്കങ്ങളുടെയും ഇടയിൽ ജീവിക്കുന്നു. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ആളുകൾ മൊബൈൽ തുറന്ന് നോട്ടിഫിക്കേഷനുകൾ നോക്കുന്നുണ്ട്. ഇവ പതിവാണ്. അവിടെ നിന്ന് ചിന്തകൾ അലമുറ പാടുകയും ഉത്കണ്ഠ ഉയരുകയും ചെയ്യുന്നു. അതിനു പകരം പ്രാർത്ഥനയിൽ കുറച്ച് നിമിഷങ്ങൾ ചെലവഴിച്ചാൽ മനം ശാന്തമാകുന്നു, നമ്മളുടെ ഫോക്കസുകൾ വർദ്ധിക്കുന്നു. പ്രാർത്ഥനയും ധ്യാനവും മനുഷ്യൻ്റെ ഉത്കണ്ഠ, ഭയം, മാനസിക സംഘർഷം എന്നിവ കുറയ്ക്കുന്നുവെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നു. പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്ന അടങ്ങാത്ത ചിന്തകളിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കുന്നു, പോസിറ്റീവ് എനർജി നൽകുന്നു, മനസ്സിൽ എന്ത് പ്രാധാന്യമാണ് എന്നതിനുള്ള വ്യക്തത നമുക്ക് നൽകുന്നു. എന്താണ് നമുക്ക് ചെയ്യുന്നത്, അതിന് നമുക്കൊരു പ്രയോറിറ്റി നമുക്ക് കൊടുക്കാൻ സാധിക്കും. പ്രാർത്ഥനയ്ക്കായി നേരത്തെ എഴുന്നേൽക്കുന്നത് തന്നെ ശരീരത്തിനും മനസ്സിനും ഒരു ഉണർവും നല്ല പരിശീലനവുമാണ്. ജീവിതത്തിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ ഇത് സഹായിക്കുന്നു. ഇതിൽ തുടരാൻ പ്രാരംഭം കുറച്ച് കഠിനമാണ്. എന്നാൽ ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ ശീലം സ്വാഭാവികമായും നമുക്കത് ഒരു ഹാബിറ്റാവും. എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക, ലക്ഷ്യം നിശ്ചയിക്കുക, ദിനം ആരംഭിക്കുക. ഈ ക്രമം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. അതുപോലെ പ്രാർത്ഥന മനുഷ്യനെ നന്ദിയുള്ളവനായി മാറ്റുന്നു. ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുവാനും വിലമതിക്കാനും പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയിലൂടെ ഒട്ടനവധി സാമൂഹികപരമായ ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്നു. ക്ഷമ, വിനയം, കരുണ, നമ്മുടെ ബന്ധങ്ങളിലെ പ്രതിഫലനങ്ങൾ ഇവയെല്ലാം പ്രാർത്ഥനയ്ക്ക് സ്വാധീനം വളരെ വലുതാണ്. പ്രാർത്ഥന മനുഷ്യനിൽ അനുകമ്പ വളർത്തുന്നു. അത് ആളുകളെ മനസ്സിലാക്കാനും ക്ഷമയോടെ പെരുമാറാനും പ്രോത്സാഹിപ്പിക്കുന്നു. വ്യക്തിത്വ വികസനത്തിനായി അത് ഗുണം ചെയ്യുന്നു. പ്രാർത്ഥന മനുഷ്യനെ പറയാതെ പഠിപ്പിക്കുന്നു. സ്നേഹിക്കുക, ക്ഷമിക്കുക, സഹായിക്കുക. പ്രഭാത പ്രാർത്ഥന വെറും മതപരമായ പ്രവർത്തനം മാത്രമല്ല, ഇതൊരു ജീവിത ദർശനമാണ്. അത് മനസ്സിന് സമാധാനം നൽകുന്നു, ആത്മാവിന് പ്രോപ്പർ ഫോക്കസ് നൽകുന്നു, അത് ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും നൽകുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തിൽ പ്രാർത്ഥനയ്ക്ക് അത്യന്തം പ്രാധാന്യമുണ്ട്. പ്രാർത്ഥന വെറും ധാരണയല്ല, അത് ദൈവവുമായി നടത്തുന്ന ആത്മീയ സംഭാഷണമാണ്. എന്നാൽ ക്രിസ്തീയതയിൽ ഒരു പ്രത്യേക പ്രാർത്ഥനാ പാരമ്പര്യമുണ്ട്. അത് യാമപ്രാർത്ഥന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യാമം എന്ന പദം സംസ്കൃതത്തിൽ നിന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നിശ്ചിത സമയഘട്ടം എന്നാണ്. അതായത് ദിവസത്തെ നിശ്ചിത സമയങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കാനായി രൂപപ്പെട്ടിരിക്കുന്നത്.
അത് തന്നെയാണ് യാമപ്രാർത്ഥന. യാമപ്രാർത്ഥനയുടെ ചരിത്രപ്രധാന പശ്ചാത്തലം ഇപ്രകാരമാണ്. യാമപ്രാർത്ഥനയുടെ തുടക്കം വളരെ പുരാതനമായ ക്രിസ്തീയ സമൂഹങ്ങളിൽ നിന്നാണ്. അപ്പോസ്തലന്മാരും പ്രാരംഭ ക്രൈസ്തവർ പോലും ദിവസത്തിൽ നിശ്ചിത സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നുവെന്ന് ബൈബിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അത് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10 മുതലുള്ള തിരുവചനത്തിൽ പറയുന്നു. ദാനിയേൽ ദിനത്തിൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. സങ്കീർത്തനം 55:17 പറയുന്നുണ്ട്, സന്ധ്യയും പ്രഭാതവും ഉച്ചയ്ക്കും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പോസ്തല പ്രവർത്തനം 3:31. അപ്പോസ്തലന്മാർ 3-ാമത്തെ യാമത്തിൽ പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിൽ ചെന്നു. ഈ വചനങ്ങളിൽ നിന്നും യാമപ്രാർത്ഥന ബൈബിളിൽ തന്നെ അട്ടിവേരുകൾ കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനാ സംസ്കാരമാണെന്ന് വ്യക്തമാണ്. പാരമ്പര്യപ്രകാരം ഒരു ദിവസം 7 യാമങ്ങളുണ്ട്. സങ്കീർത്തനം 119 ദാവീദ് പറഞ്ഞത് പ്രകാരം സങ്കീർത്തനം 119 164 തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു,